നീതി നിഷേധത്തെ പറ്റിയിട്ടും ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ നിരന്തരം സംസാരിക്കാറുണ്ട്. പലസ്തീനിലെ കാര്യങ്ങൾ നമ്മൾ അങ്ങനെയാണ് സംസാരിക്കുന്നത് അടിസ്ഥാനപരമായിട്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ നടന്ന ചില അതിക്രമങ്ങളെ കുറിച്ചിട്ട് പറയാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർക്കൊക്കെ ഒരു വിമുഖതയുണ്ട് എന്ന് ഒരു വിമർശനം ഉയരുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനമായിട്ട് ഉയരുന്നത് കശ്മീരി പണ്ഡിറ്റുകളുടെ കാര്യത്തിലേക്ക് പോകുമ്പോഴാണ്. കശ്മീരി പണ്ഡിറ്റുകൾ അവർ ജീവിച്ച ആ ഭൂമിയിൽ നിന്ന് പേടിച്ചോടേണ്ടി വന്നു. കുറേയധികം ആളുകൾ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം 36 വർഷങ്ങൾക്ക് മുമ്പ് അത്തരത്തിൽ കൊല്ലപ്പെട്ട ഒരു കശ്മീരി പണ്ഡിറ്റാണ് സർള ഭട്ട്. അപ്പോൾ അവരുടെ കേസിൽ കുറ്റപത്രം ഇപ്പോൾ SIT സമർപ്പിച്ചിരിക്കുകയാണ്. അതിൽ യസീൻ മാലിക് എന്ന് പറയുന്ന ഈ JKLFൻ്റെ തലവനായാണ്, മാസ്റ്റർ മൈൻഡ് എന്നൊക്കെയാണ് അതിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കശ്മീരി പണ്ഡിറ്റുകൾ നേരിട്ട യാതനകളിലേക്ക്, ആ ഓർമ്മകളിലേക്കൊന്ന് പോകുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തകർക്കൊക്കെ ആ വിഷയത്തിൽ പ്രതികരിക്കാൻ ഒരു വിമുഖത ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അതിൽ വിമുഖതയൊന്നുമില്ല. കശ്മീരി പണ്ഡിറ്റുകൾ ഏത് ന്യൂനപക്ഷമായാലും, അതിപ്പോൾ ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം ഒന്നും നമുക്ക് നോക്കണ്ട. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മേൽ അതത് പ്രദേശത്തെ ഭൂരിപക്ഷം ഏതെങ്കിലും തരത്തിൽ അതിക്രമം നടത്തിയാൽ അത് തെറ്റ് തന്നെയാണ്. കാശ്മീരി പണ്ഡിറ്റുകൾക്ക് മേൽ അതിക്രമം നടന്നിട്ടുണ്ട്. നമ്മൾ അത് വിഭജനവുമായി ബന്ധപ്പെട്ട് നമ്മളതിനെ കാണും. ഇന്ത്യ വിഭജനത്തിൻ്റെ കാലത്ത് കാശ്മീരി പണ്ഡിറ്റുകൾ മാത്രമല്ല, ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. രണ്ട് വശത്ത്. ഇവിടുന്ന് അങ്ങോട്ട് ട്രെയിനിൽ ശവശരീരം അയക്കും, അവിടുന്ന് ഇങ്ങോട്ട് ട്രെയിനിൽ ശവശരീരം അയക്കും. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ. കാശ്മീർ എല്ലാ കാലത്തും ഈ പറഞ്ഞതുപോലെ ഒരു കാശ്മീർ എവിടെ വരെ ഇന്ത്യയുടെയാണ്, എവിടെ വരെ പാകിസ്ഥാനിയാണെന്ന് ഇവർ തർക്കിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ കാശ്മീർ ഇന്ത്യയുടെയാണ്. പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്നാണ് ഇന്ത്യ പറയുന്നത്. പാകിസ്ഥാൻ പിടിച്ചു വച്ചിരിക്കുന്ന കാശ്മീർ. പാകിസ്ഥാൻകാർ പറയണത് പണ്ടത്തെ EMSൻ്റെ ഡയലോഗ് പറഞ്ഞാൽ ചൈനക്കാരുടെ നിന്നും ഇന്ത്യക്കാരുടെ നിന്നും പറയുന്ന ആ ഒരു കാശ്മീർ. അവിടെ യഥാർത്ഥത്തിൽ അതൊരു വംശീയ പ്രശ്നം, വർഗീയ പ്രശ്നം ആയിരുന്നില്ല ഒരു കാലത്ത്. അതിനെ വർഗീയ പ്രശ്നമാക്കി മാറ്റിയത് ഇപ്പോൾ പഞ്ചാബിലോ അല്ലെങ്കിൽ സിന്ധിലോ ബംഗാളിലോ ഉണ്ടായതുപോലൊരു വർഗീയ പ്രശ്നമായിട്ടല്ല കാശ്മീർ തുടങ്ങുന്നത്. കാരണം കാശ്മീർ ഭരിച്ചിരുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കരൺ സിംഗിൻ്റെ അച്ഛൻ രാജാവായി, കാശ്മീർ രാജാവ്. അവിടെ തന്നെ നമ്മുടെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാവണം എന്ന് രാജാവ് ആവശ്യപ്പെട്ടു കാശ്മീർ. അപ്പോൾ ഷെയ്ഖ് അബ്ദുള്ള ആണല്ലോ കാശ്മീരിൽ അന്നത്തെ, നമ്മൾ ഹിസ്റ്ററി അറിയാതെ പറയാം. ഷെയ്ഖ് അബ്ദുള്ള അന്ന് അവിടെ കാശ്മീരിലെ ഏറ്റവും തലമുതിർന്ന നേതാവ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് സ്വതന്ത്ര കാശ്മീർ വേണം. ഈ പാകിസ്ഥാൻ്റെയും കൂടെ വേണ്ട, ഇന്ത്യയുടെ കൂടെ വേണ്ട, ഞങ്ങൾക്കൊരു രാജ്യമാണ്. ഈ സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടി പലതും ഇപ്പം നമ്മുടെ സ്വതന്ത്ര തിരുവിതാംകൂർ SRCP കേരളത്തിൽ പറഞ്ഞ ഇതൊക്കെ ഉണ്ട്. ഇപ്പം ഹരീഷിൻ്റെ നോവലൊക്കെ വന്നിട്ടുണ്ട് ആഗസ്റ്റ് 17. അപ്പം അതുണ്ട്. അതുപോലെ ഹൈദരാബാദിലെ നൈസാം എനിക്ക് സ്വന്തം രാജ്യമാണ്, ഞാൻ വേറൊരു രാജ്യമായിട്ട് നിന്നോളാം എന്ന് പറഞ്ഞ് ഇന്ത്യൻ യൂണിയനുമായി സ്ട്രഗിൾ ചെയ്ത കാലമാണ്. അന്ന് കാശ്മീരിലെ ജനങ്ങളോട് ഇന്ത്യൻ ഭരണകൂടം, പ്രത്യേകിച്ചും വല്ലഭായ് പട്ടേലും BP മേനോനും, മലയാളിയാണ്, BP മേനോനാണല്ലോ ഇതിൽ സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്തത്. BP മേനോനും പറഞ്ഞത്, രാജാവ് പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേറെ നിൽക്കാൻ പറ്റുക, അതുകൊണ്ട് ഇന്ത്യയോട് കൂടി ചേരാം. എന്നിട്ട് ഷെയ്ഖ് അബ്ദുള്ളയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും. ഷെയ്ഖ് അബ്ദുള്ളയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിട്ട് ഷെയ്ഖ് അബ്ദുള്ള ഇന്ത്യയുടെ ഭാഗമാകാം എന്ന് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഭാഗമാകാം എന്നും തെരഞ്ഞെടുപ്പിൽ വരാമെന്നും സമ്മതിക്കുന്നത് ഒരു കണ്ടീഷനിലാണ്. എന്താണ്? കാശ്മീരിൽ ഹിതപരിശോധന നടത്തിക്കൊള്ളാം, കാശ്മീരികളുടെ ആവശ്യം. ഈ ഹിതപരിശോധനയുടെ ഭാഗമായിട്ടാണ് കാശ്മീരിൽ നിന്ന് വലിയൊരു വിഭാഗം ആളുകൾ ഓടിച്ചത്. കാരണം കാശ്മീർ ഹിതപരിശോധന നടത്തുമ്പോൾ പണ്ഡിറ്റുകൾ എന്നാൽ ഇന്ത്യയിൽ ചേരണമെന്ന് പറയും, മറ്റൊരു എന്നാൽ വേണമെന്ന് പറയും. ഇപ്പോൾ ബംഗാളിൽ ചെയ്യുന്ന അതേതിൻ്റെ വേറൊരു രൂപം അന്ന് ചെയ്തു. അന്ന് കാശ്മീരിൽ മാത്രമല്ല, കാശ്മീരിലെ എല്ലാ മുസ്ലിങ്ങളും ഒരുപോലെ ഒന്നല്ല. അവിടെ ഹിന്ദുക്കളുള്ളതുകൊണ്ട് ഒരു വിരോധമൊന്നും അവർക്കില്ല. പക്ഷേ ഈ കാശ്മീർ സ്വതന്ത്രമാകണമെന്നോ പാകിസ്ഥാന്റെ പിന്തുണ വേണമെന്നോ വാദിക്കുന്ന JKLF പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല. അവരൊരു തീവ്രവാദി സംഘടനയാണ്. തീവ്രവാദി സംഘടന അത് ഒരു പല പേരുണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണ് JKLF ഒക്കെ വന്നത്. ഇതിനു മുമ്പ് പല പേരുണ്ടായിട്ടുണ്ട്. അവരെ സഹായിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഷെയ്ഖ് അബ്ദുള്ള ഒരിക്കലും ഇവരെ സഹായിച്ചിരുന്നില്ല, ഈ തീവ്രവാദികളെ അയാൾ സഹായിച്ചിരുന്നില്ല. അയാൾ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്ത ആളാണ്. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ കാശ്മീരിൻ്റെ ജനാധിപത്യമൊക്കെ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇതവിടെ വലിയ തോതിൽ സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. കാശ്മീരി പണ്ഡിറ്റുകളെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായി. തീർച്ചയായും അങ്ങനെയുള്ള ഒരു പലായനം ചെയ്തിട്ടുമുണ്ട്. ഡൽഹിയിലും മറ്റു സ്ഥലത്തും പലായനം ചെയ്തിട്ടുണ്ട്. അവർക്ക് സ്വാഭാവികമായും നീതി കിട്ടണം എന്ന അഭിപ്രായം തന്നെയുള്ള ആളാണ് ഞാൻ. ഒരു കൂട്ടരെയും നമ്മളങ്ങനെ കൂട്ടത്തോടെ പലായനം ചെയ്യിക്കാൻ പാടില്ല.
പക്ഷേ ഇപ്പൊ പ്രശ്നം എന്താ, അത് ചെറിയ പ്രശ്നമാകുന്ന എപ്പോഴാണ്, നമ്മളെങ്ങനെയാണല്ലോ ഒരു വര വരച്ചിട്ട് അത് ചെറുതാക്കണമെങ്കിൽ വേറൊരു വലിയ വര വരച്ചാൽ മതി. നമ്മളൊരു വലിയ വര വരച്ചു. നമ്മൾ ഇപ്പോൾ ഒരു കോണ്ടെക്സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാകെ തന്നെ മുസ്ലിം വിരുദ്ധമായൊരു രാഷ്ട്രീയം കൊണ്ടുവരാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടന്നിരുന്നു, എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. ഇപ്പം അത് സജീവമായി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്ലാമോഫോബിയ. അത് വരുന്നൊരു ഘട്ടത്തിൽ കാശ്മീരിലെ പ്രശ്നം വലുതാക്കി കാണിക്കുകയും ഇന്ത്യ ഒട്ടുക്ക് ബംഗാളിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അങ്ങനെയുണ്ട്, മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഈവൻ കേരളത്തിൽ പോലും. ഇപ്പോൾ ഇവിടുന്ന് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കോ, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, ഇങ്ങോട്ട് പോയിക്കോ, ഇപ്പോൾ ബാബറി മസ്ജിദ് പൊളിക്കുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ വരുന്നൊരു ഘട്ടത്തിൽ തീർച്ചയായും ഒരു ഇസ്ലാം വിരുദ്ധത എടുത്താൽ അത് ഈ BJP പോലൊരു സംഘടന RSSനെ സഹായിക്കുമെന്നുള്ളത് കൊണ്ടാവാം സ്വാഭാവികമായും വിമുഖത കാണിക്കും. കാരണം പ്രധാന ശത്രു ഇവിടെ നിൽക്കുകയാണ്, ഹിന്ദു ഫാസിസം. പക്ഷെ നമ്മൾ തീവ്രവാദത്തെ ആണല്ലോ, ഇപ്പം ഹിന്ദു തീവ്രവാദത്തെ നമ്മൾ എതിർത്ത് കഴിഞ്ഞാൽ അത് ഹിന്ദുക്കൾക്കെതിരാവില്ലല്ലോ. ഇല്ല, അല്ല തീവ്രവാദത്തെ എതിർക്കണോ നീ? തീവ്രവാദത്തെ അതാ ഞാനും പറഞ്ഞേ, തീവ്രവാദികൾ ആരെ കൊന്നാലും, ഇപ്പോൾ ഇന്ത്യൻ പട്ടാളക്കാരെ കൊന്നാലും അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ ബോംബ് വെച്ചാലും അത് ഈ ഇങ്ങനെയുള്ള ആക്രമണത്തിൽ ഇതൊക്കെ തെരഞ്ഞു പിടിച്ച ആക്രമണം. ഇപ്പോൾ നമുക്കറിയാലോ ഗുജറാത്തിൽ ഉണ്ടായ കല, ഗുജറാത്തിൽ എത്രയോ ആളുകളെ തെരഞ്ഞു പിടിച്ചു കൊന്നു, മാർക്ക് ചെയ്ത് കൊന്നിട്ടുണ്ട്. തെറ്റാണ് നീ. അത് ഹിന്ദുക്കളുടെ പ്രശ്നമല്ല, അതൊരു ഹിന്ദുത്വ തീവ്രവാദികളുടെ പ്രശ്നമാണ്, ഹിന്ദുത്വവാദികളുടെ പ്രശ്നമാണ്. മറ്റത് മുസ്ലിം തീവ്രവാദികളുടെ പ്രശ്നമാണ് കാശ്മീരിൽ. പക്ഷെ അത് മാത്രം കാണിക്കുകയും ഇത് അതിനുള്ള ന്യായീകരണമായി പറയുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. കാരണം BJP എപ്പോഴും കാശ്മീരി പണ്ഡിറ്റിന്റെ കാര്യമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പറയും. കാശ്മീരി പണ്ഡിറ്റ് ചെയ്തു, അതുകൊണ്ട് ഇന്ത്യയിൽ എവിടെയും മുസ്ലിങ്ങളെ ചെയ്യാം എന്ന് പറയുന്ന ഒരു വാദമുണ്ടല്ലോ, അതിനോട് യോജിപ്പില്ല എന്നുള്ളൂ. ആരെയും ഇപ്പോൾ ഹിന്ദുക്കളെ കൊന്നാലും മുസ്ലിങ്ങളെ കൊന്നാലും തീവ്രവാദികൾ കൊന്നാലും ആരെ കൊന്നാലും തെറ്റല്ലേ, നമ്മൾ അങ്ങനെയല്ലേ പറയാൻ പറ്റും. മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ ആളുകളെ കൊല ചെയ്യുന്നത് അതിന് എത്ര വലിയ പ്രത്യയശാസ്ത്രം പറഞ്ഞാലും അതിനോട് യോജിക്കാൻ പറ്റും. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാന്റെ പോലെ അല്ലല്ലോ, ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ കാശ്മീരിനെ വിഭജിച്ചപ്പോഴും പറഞ്ഞത് കാശ്മീരി പണ്ഡിറ്റിന്റെ കാര്യം. കാശ്മീരിൽ എന്നിട്ട് ഇത്രയൊക്കെ കഴിഞ്ഞു, എന്നിട്ട് കാശ്മീരി പണ്ഡിറ്റുകൾ ഇപ്പോൾ തിരിച്ചുപോയി ഇല്ലല്ലോ. 11 കൊല്ലം 12ാമത്തെ കൊല്ലമല്ലേ മോഡി ഭരിക്കണേ, കാശ്മീരി പണ്ഡിറ്റുകൾ തിരിച്ചുപോയോ? ഇല്ലല്ലോ. എന്താ തിരിച്ചു പോകാത്തെ? 3 കാശ്മീരിനെ വിഭജിച്ചല്ലോ, എന്നിട്ട് എന്താ കാശ്മീരി പണ്ഡിറ്റുകൾ തിരിച്ചു പോകാത്തെ? പ്രശ്നം തീവ്രവാദമായിട്ട് തന്നെ നേരിടും. തീവ്രവാദം നല്ല ഭീകരവാദമായിട്ട് തന്നെ നേരിടും. അത് നേരിടുന്നതിന് അതിന് മിലിറ്ററി രീതിയുണ്ട്. മാത്രമല്ല കാശ്മീരിൽ സാധാരണ മനുഷ്യർ, ഞാൻ കാശ്മീരിൽ പലവട്ടം പോയിട്ടില്ല, കാശ്മീരിലെ സാധാരണ മനുഷ്യർക്ക് മതം അവർക്കൊരു വിഷയമല്ല. നിങ്ങൾ മറ്റ് പല സ്ഥലത്തുള്ളതുപോലെ കാശ്മീരികൾക്ക് മതം ഒരു വിഷയമല്ല, ഒരു മതവാദികൾ തന്നെയല്ല. നമ്മുടെ സാധാരണ മുസ്ലിങ്ങളെക്കാൾ മതവിശ്വാസം കുറഞ്ഞ ആളുകളാണ്. മാത്രമല്ല അവരുടെയൊക്കെ കവികളും കവിതയൊക്കെ എഴുതുന്ന എത്രയോ നല്ല ആളുകളുണ്ട്. പാകിസ്ഥാനിലുണ്ട്. പാകിസ്ഥാനിൽ തന്നെ തീവ്രവാദമല്ലാത്ത മുസ്ലിങ്ങൾ ഇഷ്ടം പോലെ. ഈ അടുത്ത കാലത്ത് പാകിസ്ഥാനിൽ നിന്ന് ഒരു സ്ത്രീ കവിയുടെ ഒരു കവിത ഞാൻ വായിച്ചു. ഇവിടെ നന്നായ കവിത. അവർ പറഞ്ഞത് നിങ്ങൾ ഇന്ത്യയെ പാകിസ്ഥാനാക്കാൻ ശ്രമിക്കുന്നു എന്ന്. ഞങ്ങളുടെ നാട് പോലെ നിങ്ങളുടെ നാട് നിങ്ങളാക്കരുത്, ഞങ്ങളുടെ നാട് ഇവിടെ ജീവിക്കാൻ വയ്യ, മത രാഷ്ട്രവാദം കൊണ്ട് നിങ്ങളുടെ നാട് അങ്ങനെ ആക്കരുത് എന്ന് ആ കവി പറയണം. അപ്പൊ ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിൽ ഇത് ഒരു നെറേറ്റീവാണ്. ഇത് കാശ്മീരി പണ്ഡിറ്റുകളുടെ കാര്യത്തിൽ ഉണ്ടായി. ഈ യഥാർത്ഥത്തിൽ തമാശ എന്താണെന്നറിയോ? കാശ്മീരി പണ്ഡിറ്റ് ഫാമിലി പെട്ടതാണ് നെഹ്റു കുടുംബം. നെഹ്റു ഫാമിലി കാശ്മീരി പണ്ഡിറ്റ് ആണ്, ആ പരമ്പരയിൽപ്പെട്ടതാണ് നെഹ്റു. ഓക്കെ, അപ്പോ നെഹ്റു അവരെ ചതിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള നെറേറ്റീവ് അതൊക്കെ ഉണ്ടാക്കുന്നത് വേറെ രാഷ്ട്രീയമാണ്. അന്ന് ആ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം കോൺഗ്രസ് ആയിരുന്നോ? അല്ലല്ല, വിഭജനം. കോൺഗ്രസ് എങ്ങനെയാവും? എന്താ പറയുക, കാശ്മീർ ഇന്ത്യയുടെ കൂടെ നിൽക്കണമെന്ന് വാദിച്ചത് കോൺഗ്രസ് ആണ്. സ്വാഭാവികമായി കാശ്മീർ ഇന്ത്യയുടെ കൂടെ നിൽക്കണമെന്ന് പറയുമ്പോൾ അന്ന് കോൺഗ്രസ് ഭരണപക്ഷവും പ്രതിപക്ഷത്ത് ഷെയ്ഖ് അബ്ദുള്ളയും അവരുടെ പാർട്ടിയും നാഷണൽ കോൺഫറൻസ് ആണ്. പക്ഷെ നാഷണൽ കോൺഫറൻസ് ഇന്ത്യയിൽ നിൽക്കാൻ തീരുമാനിക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുന്നവരാണ് സ്വതന്ത്ര കാശ്മീരിന്റെ ആളുകൾ. JKLF പോലെയുള്ള പല സംഘടന. ഇപ്പൊ PDP ഒക്കെ വന്നല്ലോ. ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ നമ്മുടെ PDP അല്ല, അവരുടെ PDP വന്നല്ലോ. മുഫ്തി മുഹമ്മദ് അല്ലെ, ആ PDP ആയിട്ട് വരെ സഖ്യം ചെയ്ത ആളുകളാണ് BJP ഒരു ഘട്ടത്തിൽ. ഷെയ്ഖ് അബ്ദുള്ള, ഒമർ അബ്ദുള്ള, അല്ലെങ്കിൽ അതിന്റെ ഫറൂഖ് അബ്ദുള്ള, അദ്ദേഹത്തിന്റെ മകൻ ഒമർ അബ്ദുള്ളയൊക്കെ ജനാധിപത്യത്തിൽ ഇപ്പോഴും നിൽക്കുമ്പോൾ അവരെ ഒഴിവാക്കിക്കൊണ്ട് PDP-യുമായി സഖ്യം ചെയ്ത ആളുകളെ BJP. എന്നിട്ട് നമ്മളോട് പറയണേ ഞാൻ പറഞ്ഞേ ഇതൊരു പൊളിറ്റിക്കൽ നറേറ്റീവ് ആക്കേണ്ട കാര്യമല്ല.
ഇത് പൊളിറ്റിക്സ് ഇതിൽ വന്നാൽ തീർച്ചയായും ഇത് നമ്മുടെ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ഇപ്പം RSS CPM കൊലപാതകം സംബന്ധിച്ച് ഒരു ചാനൽ ചർച്ച നടത്തിയാൽ RSSകാർ പറയും ഞങ്ങളുടെ 44 ആളെ കൊന്നു. ഇപ്പം CPM കാരൻ ഞങ്ങളുടെ 45 ആളെ കൊന്നു. അപ്പം ആരാ മോശം? നിങ്ങളല്ലേ മോശം? 44 ആളെ കൊന്നും തെറ്റണം, 45 ആളെ കൊന്നു. സാർ പറയുന്നത് ഇത് പൊളിറ്റിക്കൽ നെറേറ്റീവ് ആക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സംസാരിച്ച് പോകുമ്പോൾ അത് സംഘപരിവാറിന് ഗുണകരമാവും. അതാണ് ആളുകൾക്ക് അതിൽ മടിയുണ്ട്. സംഘപരിവാറിന് ഗുണകരമാവും എന്നതുകൊണ്ടാണ് പലരും, കാരണം ഇത് കാശ്മീരി പണ്ഡിറ്റിന്റെ വിഷയം വളരെ പ്രധാനമാവുകയും ഗുജറാത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ നടന്ന വംശഹത്യ വിഷയമല്ലാതാവുകയും അതിന് ന്യായീകരണമായി. വിഷയമല്ലാതാവല്ല, കാശ്മീരി പണ്ഡിറ്റിന് ചെയ്തില്ലേ. എവിടെ മുസ്ലിം വിരുദ്ധ പറഞ്ഞാലും ഉടനെ സംഘപരിവാർ പറയുന്ന നറേറ്റീവ് കാശ്മീരി പണ്ഡിറ്റിന്റെ കാര്യമാണ്. അതാണ് ഇപ്പം മലപ്പുറം പറയണ പോലെ. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെ കുറ്റി പറഞ്ഞു. മലപ്പുറം നമ്മളവിടെ പോകുന്ന ഒരാളെ നമുക്കറിയാം മലപ്പുറത്ത് ഇല്ല എന്നുള്ളത്. പക്ഷേ ആളുകൾ അങ്ങനെയല്ലല്ലോ. മലപ്പുറത്ത് പച്ചക്കൊടി കൂടുതലാണ്, മലപ്പുറത്ത് അവിടെ മറ്റേ ഇവർക്ക് സ്കൂളിൽ. അല്ല, ഇപ്പൊ നമ്മളിപ്പോ സംഘപരിവാറിനെ എതിർക്കുമ്പോൾ അല്ലെങ്കിൽ ഹിന്ദുത്വയെ എതിർക്കുമ്പോൾ നിങ്ങൾ ഹിന്ദു വിരുദ്ധനാണെന്ന് ചിത്രീകരിക്കുന്നവരുണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞേ, നമ്മൾ ഹിന്ദു വിരുദ്ധനല്ല, ഹിന്ദുത്വ വിരുദ്ധൻ. ഹിന്ദുത്വം ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി. ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതവിശ്വാസവും സംസ്കാരം എന്ത് വേണേ. അതിൽ ഇതൊന്നും ഒരു ബന്ധമില്ല. ഇപ്പൊ എല്ലാ ഹിന്ദുക്കളും രാമനെ ആരാധിക്കണമല്ലോ. ആരാ ഹിന്ദു എന്നൊക്കെ ചോദിച്ചു പോയാൽ വലിയ പ്രശ്നമുണ്ട്. പക്ഷേ അതൊരു ഹിന്ദു എന്ന് പറഞ്ഞാൽ കാശ്മീരി പണ്ഡിറ്റിന് ആരാധിക്കുന്ന ദൈവമല്ല എൻ്റെ ദൈവം, എനിക്ക് വേറെ ദൈവമാണ്. UP ബ്രാഹ്മണന് ആരാധിക്കുന്ന രീതിയല്ല കേരളത്തിൽ ബ്രാഹ്മൺ കുടുംബത്തിൽ ജനിച്ച ഞാൻ പൂജാരിയെ ജനിച്ച ആളാണ്. UP ബ്രാഹ്മണന് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും. ഞാൻ ചോദിച്ചതേ, അതായത് നമ്മൾ ഈ തീവ്രവാദികളെ എതിർക്കുമ്പോൾ ഇപ്പൊ JKLF ആണ് അവിടെ ഈ ആക്രമണം. തീവ്രവാദികളെ എതിർക്കുന്നതുകൊണ്ട് മുസ്ലിങ്ങളെ എതിർക്കുന്നില്ല. അല്ല, അത് പക്ഷേ ഇസ്ലാമോഫോബിയ ആകുമോ എന്നുള്ളതാണ്. അല്ല, ഇസ്ലാമോഫോബിയ ആകുന്നത് എങ്ങനെയാണ്? അത് വെച്ച് ഇതിനെ ന്യായീകരിക്കുമ്പോഴാണ് നിങ്ങൾ ചെയ്തില്ല, അതുകൊണ്ടാണ് നിങ്ങൾ അതുകൊണ്ട് ചെയ്തില്ല. ആ ന്യായങ്ങൾ മാത്രമേ സമ്മതിക്കാൻ പറ്റില്ല. അതില്ല. അതൊരു മാത്രമല്ല, ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇപ്പൊ ബംഗാളിൽ ഇപ്പൊ ഗാന്ധിയുടെ കാര്യം അറിയാം. നവഖലിയിലൊക്കെ ബംഗാളിൽ ഏറ്റവും കൂടുതൽ കൊലപാതകം നടന്ന സ്ഥലമല്ലേ ഹിന്ദു മുസ്ലിം. ഇപ്പൊ ബംഗാളിൽ എന്താ അങ്ങനെയില്ലല്ലോ. അങ്ങനെ ഒരു ഹിന്ദു മുസ്ലിം വൈദ്യമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്താ ഇല്ലാത്തത്? ഇപ്പൊ ഗാന്ധി അന്നും പറഞ്ഞല്ലോ, ഗാന്ധി പടിഞ്ഞാറ് ചെയ്യാൻ പറ്റാത്തത് ഗാന്ധി ഒറ്റയ്ക്ക് കിഴക്ക് ചെയ്തു എന്നൊക്കെ മൗണ്ട് ബാറ്റനൊക്കെ പറഞ്ഞ കമന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ജനങ്ങളെ ഒരു ഇതിലെടുക്കുക. ഇപ്പോൾ ഈ വംശീയതയൊക്കെ ഇതിലുണ്ട്. ഇപ്പൊ മതം മാത്രമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ യൂറോപ്പിലെ ചരിത്രം എടുത്താൽ, ഫാസിസത്തിന്റെ ചരിത്രം എടുത്താൽ, ജർമ്മനി ഒരു കാലത്ത് ഹിറ്റ്ലറുടെ കാലത്ത് പോളണ്ടിനെയൊക്കെ ആക്രമിച്ച് നശിപ്പിച്ച്, ഓസ്ട്രിയ പോളണ്ടൊക്കെ നശിപ്പിച്ചതല്ല, ഫ്രാൻസിനെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചതാണ്, ലണ്ടനിൽ ഏറ്റവും കൂടുതൽ ബോംബിട്ടത്. ഇന്ന് നമുക്കൊരു വിസ എടുത്താൽ ഈ രാജ്യങ്ങളിൽ മുഴുവൻ പോവാം. ഒരു ബോർഡറിൽ പോലും ആരും ചെക്ക് ചെയ്യുന്നില്ല. ജർമ്മനി ഫ്രാൻസും തമ്മിൽ ബോർഡറിലില്ല, ചെക്കിംഗ് ഇല്ല, ഒരു 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 ഇതുമില്ല. ഇത് രാജ്യമെന്ന് പോലും നമുക്കറിയില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മൾ, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ സാധ്യമാണത്, വംശീയതയൊക്കെ എതിരിടാൻ സാധ്യമാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ. പക്ഷെ ജനാധിപത്യം തന്നെ വംശീയതയിൽ ഊന്നിയതായാൽ അതുകൊണ്ടാണ് ഹിന്ദുത്വത്തിനെയോ ഇസ്ലാമിസത്തിനെയോ എതിർക്കുന്നു. സാർ, ഈ ആർട്ടിക്കിൾ 370 എന്താണ് BJP എടുത്തു കളഞ്ഞു. പിന്നീട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ ഉണ്ടായ പോലുള്ള ആക്രമണങ്ങൾ, കലാപങ്ങളൊന്നും കശ്മീരിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്ന അവരുടെ ന്യായം എന്ന് പറയുന്നത്. കശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഭംഗിയുള്ള ഭൂപ്രദേശങ്ങളിൽ ഒരു സ്ഥലമാണ്. അവിടെ യഥാർത്ഥത്തിൽ ഈ കലാപങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ കലാപം ഉണ്ടാകുന്നത് സ്ട്രാറ്റജിക്കലായിട്ട്, അത് ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ വിഭജനം തന്നെ വലിയൊരു തെറ്റായിരുന്നു. ഇനി ഇപ്പൊ സംഘപരിവാറുകാർ പറയണ്ടല്ലോ ഇന്ത്യ വിഭജനത്തെ ആദ്യം പിന്താങ്ങിയത് ഹിന്ദു മഹാസഭയാണ്. മനസ്സിലായോ? ഇന്ത്യ വിഭജനത്തെ ആദ്യം പിന്താങ്ങിയത് ഹിന്ദു മഹാസഭയാണ്. കാരണം മുസ്ലിങ്ങൾ അങ്ങനെ പോയിക്കോട്ടെ, ഞങ്ങൾ ഹിന്ദുക്കളായിക്കൊള്ളാം. മനസ്സിലായോ? പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കോൺഗ്രസ് എതിരായിരുന്നു, ഗാന്ധി 100% എതിരായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരു രാജ്യമായിരിക്കണം എന്ന് പറഞ്ഞ ആളാണ് ഗാന്ധി. ആവശ്യപ്പെട്ട ആളാണ്. വേണ്ടി വന്നാൽ ജിന്നെ പ്രധാനമന്ത്രിയാക്കിക്കോളാൻ പറഞ്ഞു. ഇനി അങ്ങനെ അവർക്ക് വിഷമമുണ്ടെങ്കിൽ ജിന്നെ ഞങ്ങൾ പ്രധാനമന്ത്രിയാക്കിക്കോ, തീർന്നില്ലേ? പ്രശ്നം തീർന്നില്ലേ? അത് ഞാൻ പറഞ്ഞു, ഗാന്ധി ആ അർത്ഥത്തിൽ, ഗാന്ധിയുടെ വേറൊരു ലൈനാണ്, ആ അർത്ഥത്തിൽ പോലും ഒരു വിട്ടുവീഴ്ച ചെയ്യണം എന്ന് പറഞ്ഞ ആളാണ് ഗാന്ധി. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടായ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം വലുതാക്കി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആദ്യഘട്ടത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വളരാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ ഹിന്ദുത്വ രാഷ്ട്രീയം, ഞാൻ നേരത്തെ രാമക്ഷേത്രം നമ്മൾ പറഞ്ഞ പോലെ കാശ്മീരി പണ്ഡിറ്റും പറഞ്ഞു. പക്ഷെ കാശ്മീരി പണ്ഡിറ്റൊന്നും ഇന്ത്യയിൽ വലിയ തോതിൽ വിറ്റുപോയില്ല. ആർഗ്യുമെന്റിന് പറയാമെന്നുള്ളൂ. കാരണം അത് അങ്ങനെ വന്നില്ല. നേരെ മറിച്ച് രാമക്ഷേത്രം വന്നു, ബാബറി മസ്ജിദ്
വന്നു. ഇത് ഞാൻ പറഞ്ഞ ഭരണകൂടത്തിലെ പൊളിറ്റിക്കൽ. പക്ഷേ ഹിന്ദു വർഗീയത കുറച്ചുകൂടി ആളിക്കത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് ആളിക്കത്താനായിട്ട് ഈ പണ്ഡിറ്റ് വിഷയം അല്ല, ഓരോ വിഷയമുണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഹിന്ദുക്കൾ, നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടും മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഇവിടുന്ന് മുസ്ലിങ്ങളെ കൊന്നു വണ്ടിയിൽ അങ്ങോട്ടയക്കും, അവിടുന്ന് ഹിന്ദുക്കളുടെ ശരീരം ഇങ്ങോട്ടയക്കും. ഇത് രണ്ടും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഭ്രാന്തമായ ഒരു അനിശ്ചിത രാഷ്ട്രീയത്തിൽ ഉണ്ടാവുന്നതാണ്. ഒരു വിഭജനം ഉണ്ടാവുന്നു, ഒരു യുദ്ധം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു രോഗം ഉണ്ടാവുന്നു, ഒരു അനിശ്ചിതത്വമുണ്ട്. ഇന്നതില്ലല്ലോ. ഇന്നിപ്പോൾ ഒരു അനിശ്ചിതത്വം ഇല്ലല്ലോ. ഇന്നിപ്പോൾ എന്തിനാ നമ്മളത് പറയണേ? ഇപ്പം ഈ ഗുജറാത്തിലെ ന്യായീകരിക്കാൻ കാശ്മീർ പറയുന്നതിൻ്റെ കാര്യം എന്താ? അവിടെയാണ് എൻ്റെ ചോദ്യം. കാശ്മീരിൽ തെറ്റ് സംഭവിച്ചു, പഞ്ചാബിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ബംഗാളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഒന്നുമില്ല നമ്മൾ പറഞ്ഞില്ല. ആ തെറ്റിന് ഇപ്പോൾ പകരം ചെയ്യണം. അങ്ങനെ അതാ ഞാൻ നേരത്തെ ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും കാര്യം പറഞ്ഞു. എത്രയോ ഫ്രഞ്ചുകാരെ ജർമ്മൻകാർ കൊന്നിട്ടുണ്ട്, പോലീസ് തിരിച്ചും കൊന്നുണ്ടാവും. അത് പറഞ്ഞിട്ട് ഇപ്പോഴും ജർമ്മനിയും ഫ്രാൻസും രാവിലെ മുതൽ ഫ്രഞ്ചുകാരും ജർമ്മൻകാരും തമ്മിൽ അടിയുണ്ടാക്കി നിൽക്കുകയാണ്. ഒരു ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ ആ കഥ പറയല്ല ഇല്ല. കാരണം ഈ സംഘർഷം ഏത് രാജ്യത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക, ഞാനോട് പോയി ഒരുപാട് കാലം താമസിച്ചതല്ല, ഒരു ദിവസം ആഴ്ചകൾ. ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാരും കറുത്തവരും തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അപ്പാർത്തിട്ടുണ്ടായിരുന്നല്ലോ. വെള്ളക്കാര് അപ്പാർത്തിട്ട് അവസാനിച്ചു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ നെൽസൺ മണ്ടേല പ്രസിഡന്റ് ആവുന്നു. അങ്ങനത്തെ വെള്ളക്കാരെ പുറത്താക്കിയല്ലേ ഇത്. ഇപ്പോഴും 25% വെള്ളക്കാര് അവിടെയുണ്ട്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൽ വെള്ളക്കാരുണ്ട്. ഏത് അപ്പാർത്തിട്ട് പാടില്ല എന്ന് പറഞ്ഞ വെള്ളക്കാരുണ്ട്. ഞാൻ പറഞ്ഞേ, അവിടുത്തെ മന്ത്രിസഭയിലുണ്ട്. നമ്മൾ ക്രിക്കറ്റ് ടീം കണ്ടറിയില്ലേ, ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിൽ വെള്ളക്കാർ എത്രയുണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളക്കാരെ ഓടിച്ചിട്ടല്ല. അതിൽ കുറെ റീകൺസിലിയേഷൻ, കുറെ സംഗതികളുണ്ട്. ചെറിയ പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വെള്ളക്കാർക്കെതിരെ രാഷ്ട്രീയമായി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് വളരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ അവരൊരു രാഷ്ട്രീയം അങ്ങനെ വളർത്തുന്നില്ല. നമ്മളിത് നിർത്തുമ്പോൾ എന്ത് പറഞ്ഞു നിർത്താം? കാശ്മീരി പണ്ഡിറ്റിന്റെ തീർച്ചയായിട്ടും കാശ്മീരി പണ്ഡിറ്റിനോട് ചെയ്തുള്ള അനീതി തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. അതൊരു തീവ്രവാദ പ്രവർത്തനം തന്നെയാണ്. പക്ഷെ അത് വെച്ച് മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ നമുക്കൊട്ട് കഴിയുകയുമില്ല. കാരണം ചരിത്രത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ തെറ്റിന് മറുതെറ്റ് ചെയ്തുകൊണ്ടല്ല ചരിത്രം മുമ്പോട്ട് പോകുന്നത്.